കേശു അമ്മൂമ്മ ഞാൻ എന്താ ഇവിടെ കഷ്ടപ്പെട്ടത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവണ പോലും ഇല്ല. ഒരു വിധത്തിലാണ് മനസ്സിലായിക്കൊണ്ട് പറഞ്ഞത്. അതിനിടയ്ക്ക് അമ്മൂമ്മയോടെ വന്ന് ശല്യപ്പെടുത്തില്ല. എടാ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്തരാണ് വല്ല മുട്ടയും പയറും മറ്റേതും മറിച്ചൊക്കെ മേടിക്കാനാണെങ്കിൽ എനിക്കിപ്പോ സമയമില്ല. അയ്യോ അതൊന്നും അല്ല. കനകം വയറ്റിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലടാ. കനകാന്റി അല്ലേ വയറ്റിൽ പോയത്, അല്ലാതെ പാറക്കുട്ടിയൊന്നും അല്ലല്ലോ. പോയിട്ട് ഇപ്പൊ ഇങ്ങ് വരും. എടാ ഇത്രയും നേരമായിട്ട് കാണുന്നില്ല. പോയിട്ട് 3-4 മണിക്കൂറായി വച്ചേ. 4 മണിക്കൂറല്ലേ ആയുള്ളൂ. ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടോ? ഇരിപ്പുണ്ട്. ഉണ്ടോ? ആ ആണോ? അപ്പൊ എന്തായാലും സിനിമ കാണാൻ പോയതല്ല. അങ്ങനെയാണെങ്കിൽ പാലും കൊണ്ടേ പോവും. പാലഭിഷേകം നടത്തണ്ടേ? അങ്ങനൊന്നും അല്ല. അവൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ശരിയാണല്ലോ. ആരടുത്ത് പറഞ്ഞില്ലേലും അമ്മൂമ്മ അടുത്ത് പറയും. സയാമീസ് ഇരട്ടകളാണല്ലോ. ഈ വീട്ടിലെ എന്നോട് സ്നേഹമുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ, കനകം. എന്നാ പിന്നെ അമ്മൂമ്മ എന്നെ പോയങ്ങ് തപ്പിയാൽ മതി. അല്ല പിന്നെ എടാ നീ പോയൊന്നും അന്വേഷിക്കടാ. അമ്മ ഫോൺ വിളിച്ചു നോക്ക്. കയ്യിൽ ഫോണില്ലേ? എടാ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ആരുടെ? കനകത്തിന്റെ. എവിടെ പോണെന്നും പറഞ്ഞോണ്ടോ പോയെ? എടാ വൈറ്റിലേ ഏതോ ബാങ്കിൽ പോവാന്നാ പറഞ്ഞേ. എന്താ വൈറ്റിലയിൽ ബാങ്കിൽ പോണേ? ഇവിടെ ഒന്നും ബാങ്കില്ലേ. എന്റെ കൊച്ചേ, മധുരയിലുള്ള ഏതോ ബാങ്കിന്റെ ബ്രാഞ്ചാന്ന്. ആദ്യമായിട്ടാ പോകുന്നേന്നും പറഞ്ഞു. ആഹാ, അപ്പൊ ബാങ്കിന്റെ കാര്യമല്ലേ? പോയിട്ട് കുറെ സമയം എടുക്കുമായിരിക്കും. പോയിട്ട് ഇങ്ങ് വരും അമ്മൂമ്മ. എന്റെ മക്കളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ഞാൻ എന്തിനാ വൈറ്റിലോരപ്പോ അന്വേഷിച്ചാൽ? വൈറ്റിലയില് ഈ ബ്രാഞ്ചിന്റെ പേര് പോലും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എവിടെ പോയിട്ട് തപ്പാനാണ്? ജംഗ്ഷനിൽ പോയി നിൽക്കാനാ വൈറ്റില? ഇങ്ങനെ അതിപ്പോ എനിക്കും അറിഞ്ഞൂടാ. അമ്മൂമ്മ അറിഞ്ഞുകൂടെങ്കിൽ അവിടെ വല്ലതും പോയി മിണ്ടാതിരി. പോയ കനകാന്റി തിരിച്ചിങ്ങ് വരും. എനിക്കിപ്പോ പോവാൻ സമയമില്ല. അത്ര തന്നെ. ഒരെണ്ണത്തിനോട് ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. എല്ലാത്തിനും ഞാൻ വേണം താനും. ഞാൻ ഒരു വക പറഞ്ഞായിട്ട് ആരും കേൾക്കത്തുമില്ല. അമ്മൂമ്മ വിഷമിക്കണ? ഇപ്പൊ എന്തിനാണ് സങ്കടപ്പെടുന്നേ? നിന്നോടൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ അന്വേഷിച്ച പ്രശ്നം തീരുവോ? ഞാനിപ്പോ വൈറ്റിലെ ചെന്ന് വൈറ്റിലുള്ള എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി കനകാന്റിയും കൊണ്ടേ ഞാൻ വരൂ. പോരെ? മതി. எவ்வளவு ஒண்ணா? വന്ന് നീ വരട്ടെ. அம்மா തലേ എന്താ എന്താ? நான் பயந்துட்டேன் அம்மா. എന്തിന്? நான் வழி தட்டி போயிட்டேன். ஆமாண்டா. നീ എന്തോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ஐயோ நான் சொல்லி தரேன் அம்மா. நான் வயித்துல பஸ் நினைச்சு ஏறினது ஃபோர்ட் கொச்சி பஸ்ல. அங்க போய் இறங்கினப்போ ஏதோ மாதிரி இருந்தது. சுத்தும் ஃபாரினர்ஸ் எல்லாம் நடந்து போறாங்கம்மா. நான் பயந்துட்டேன். ആന്റി എന്ത് വിചാരിച്ച്? ആന്റി അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ചാ? முதல்ல அப்படித்தான் நினைச்சேன்டா. வேற ஏதோ ராஜ்யம் மாதிரி தெரிஞ்சது. ஆனா ஒரு 2 மினிட்ஸுக்கு அப்புறம் எனக்கு புரிஞ்சுது. நம்மள மாதிரி ஆளுங்கள் எல்லாம் அங்க நடந்து போயிட்டு இருந்தாங்க. ஆனாலும் எனக்கு ரொம்ப பயம். நான் அந்த பேனிக்ல அங்க ஒரு சேரை பார்த்தேன். அங்க போய் உக்காந்துட்டேன். அப்பதான் எங்கேயோ பஸ் ஸ்டேஷன் இருக்குன்னு எனக்கு புரிஞ்சுது. நான் நடந்துட்டேன். ஆனா பஸ் ஸ்டேஷன் எல்லாம் எனக்கு பார்க்க முடியல. നിന്റെ കൈ ഫോൺ ഇല്ലായിരുന്നോ? നിനക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടായിരുന്നോ? ஐயோ என்னோட போன் சுவிட்ச் ஆஃப் ஆயிருக்கம்மா. எதுனாலன்னு எனக்கு தெரியல. ചാർജ് തീരുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആവും. അത് ഞങ്ങൾക്കറിയാം. ஐயோ அதை விட அப்புறம் நான் சொல்றேன். டேய் அந்த பஸ் ஸ்டேஷன் தேடி போகும்போது நான் ஒரு ஆட்டோ பார்த்தேன். அப்போ அந்த ஆட்டோல ஏறினேன். എന്നിട്ട് அவங்கள்ட்ட சொன்னேன் எனக்கு வடுதலை போகணும். വടുതല്? ஆமாண்டா. വടുതല് എന്തിനു പോണേ? വാഴക്കാലല്ലേ വരേണ്ടത്? ஐயோ வாழைக்கால எனக்கு தெரியும். ஆனா அந்த பேனிக்ல எனக்கு வாழைக்கால வடுதலை ஆயிருக்கு. വെരി ഗുഡ്. ഇല്ല വടകരയെന്നും പറഞ്ഞിരുന്നെങ്കിൽ അമ്മ അവിടെ കൊണ്ട് ഇറങ്ങിയേനെ. അവസാനം എങ്ങനെ ഇവിടെ വന്നാ തീർന്നു? அது அந்த ஆட்டோல ஏறி இப்படியே வரும்போது நம்ம அன்னைக்கு ஐஸ்கிரீம் சாப்பிட்டோம்ல, அந்த ஐஸ்கிரீம் பார்லர் எனக்கு தெரிஞ்சது. அப்ப நான் சொன்னேன் இங்க நிறுத்துங்கன்னு. அதுக்கப்புறம் அந்த டேர்னிங் எல்லாம் ஞாபகம் வந்தது. அப்படியே வந்தப்போ நம்ம போய் எடுத்தியாச்சு. അയ്യോ